ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ 8 പ്രവിശ്യകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതേസമയം 4 പ്രവിശ്യകളിലെ കാലാവസ്ഥാ സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. റിയാദ്, നജ്റാൻ, ജിസാൻ, അസീർ, അൽബഹ, മക്ക, മദീന എന്നീ മേഖലകളിലാണ് മിതമായതോ കനത്തതോ ആയ രീതിയിൽ മഴ പെയ്യുക. എന്നാൽ ജിസാൻ, അൽബഹ, അസീർ, മക്ക പ്രവിശ്യകളിൽ ഉള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഴക്കാലത്തെ സുരക്ഷയ്ക്ക് വെള്ളക്കെട്ടുകൾ, താഴ്വരകൾ, അണക്കെട്ടുകൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. ചെങ്കടലിൽ നിന്നും വടക്ക് നിന്ന് പടിഞ്ഞാറൻ ദിശയിലേക്ക് മണിക്കൂറിൽ 15 മുതൽ 45 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട്. മധ്യവേനൽ അവധി കഴിയുന്നത് കണക്കിലെടുത്ത് ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. യാത്രാ നിരക്കിൽ 5 ഇരട്ടി വരെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കും അധിക നിരക്ക് നൽകേണ്ടി വരും. നിലവിൽ കരിപ്പൂരിൽ നിന്നാണ് ഗൾഫ് നാടുകളിലേക്ക് ഏറ്റവും കൂടുതൽ നിരക്ക് ഈടാക്കുന്നത്. കുറഞ്ഞ നിരക്ക് കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ്. ഓഗസ്റ്റ് 20 മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് കൂടിയ നിരക്ക് ഈടാക്കുന്നത്. ഇക്കോണമി ക്ലാസ്സിൽ 35,000 മുതൽ 60,000 രൂപ വരെയാണ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ 10,000 മുതൽ 15,000 വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ബിസിനസ് ക്ലാസ്സിൽ 1,00,000 രൂപ വരെയാണ് നിരക്ക്. സെപ്റ്റംബർ മുതൽ കേരളത്തിലേക്കുള്ള യാത്രാ നിരക്കിൽ വർധനവ് വരുത്തുന്നത് ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാകും. മുൻ വർഷങ്ങളിലും ഓണസമയത്ത് ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്താറുണ്ടായിരുന്നു. ഗൾഫിലെ മധ്യവേനൽ അവധിക്കാലത്ത് ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നതും പതിവ് കാഴ്ചയാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സെപ്റ്റംബർ 1-നാണ് ഗൾഫ് നാടുകളിൽ സ്കൂളുകൾ തുറക്കുക. ഇത് കണക്കിലെടുത്താണ് നിലവിലെ വിമാന നിരക്ക് വർധനവ്. ഒമാനിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും ഒമാൻ തൊഴിൽ നിയമപ്രകാരം 1 വർഷം 30 ദിവസത്തെ വാർഷിക അവധിക്ക് അർഹതയുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ജോലിയിൽ പ്രവേശിച്ച് 6 മാസത്തിന് ശേഷമാണ് വാർഷിക അവധി ലഭിക്കുക. എന്നാൽ അർഹരായ തൊഴിലാളികളുടെ അവധി 6 മാസത്തിലധികം നീട്ടിവെക്കാൻ പാടില്ലെന്നും തൊഴിൽ മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് ഭൂചലനം അനുഭവപ്പെട്ടു. സൂറിൽ നിന്നും 51 കിലോമീറ്റർ അകലെ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് ഇന്നലെ രാത്രി ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രതയിലും 2 കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം 8:51-നാണ് അനുഭവപ്പെട്ടത്. രാജ്യത്ത് വേനലവധി കഴിഞ്ഞ് സ്വദേശി വിദേശി സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ ചില വർധനവ് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ പരിശോധന. വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത് ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയും പരിശോധനയുടെ ലക്ഷ്യമാണ്. സ്കൂൾ ഉപകരണങ്ങൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിരക്ക് രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റുകളിലും ചെറുകിട സ്ഥാപനങ്ങളിലും പ്രകടമായിരുന്നു. സ്വദേശി കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള കച്ചവടമാണ് ഇപ്പോൾ കച്ചവട കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കുന്നതിന് ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ അടിയന്തരമായി പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യണമെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. പ്ലേറ്റ്ലെറ്റ് ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ആവശ്യകത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ പൊതുജനങ്ങളോട് പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് രക്തത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം. 94555648 എന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ 24591255 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ബുക്ക് ചെയ്യൽ നിർബന്ധമില്ല. ദിനംപ്രതി 140 യൂണിറ്റ് രക്തം വരെയാണ് രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിലവിൽ ആവശ്യം വരുന്നത്. മറ്റു മാസങ്ങളിൽ ശരാശരി 100 യൂണിറ്റ് രക്തമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പ്ലേറ്റ്ലെറ്റ് രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് അധികൃതർ പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണവും നടത്തിവരുന്നുണ്ട്. അൽഹംറയിലെ വാദി അൽ നക്കൽ ഹൈക്കിങ്ങിന് വൻ സ്വീകാര്യത. 100-ലധികം പെൺകുട്ടികൾ ഉൾപ്പെടെ ഹൈക്കിംഗ് പങ്കാളികളായതായി ദാഖിലിയ ഗവർണറേറ്റ് അധികൃതർ അറിയിച്ചു. മലമുകളിൽ 5 കിലോമീറ്റർ ആയിരുന്നു ഹൈക്കിംഗ് ദൂരം.
രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിന് പുതിയ നീക്കങ്ങളുമായി തൊഴിൽ മന്ത്രാലയം. സ്വദേശിവൽക്കരിച്ച ജോലികളിൽ പ്രവാസികളെ നിയമിക്കൽ, അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് ജോലിയിൽ ഏർപ്പെടൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 1000 റിയാൽ പിഴ അടച്ച് നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി തന്നെ ജോലിയിൽ തുടർന്നാൽ നടപടിയുണ്ടാകും. നിയമലംഘകരെ നാടുകടത്തുന്നതിനുള്ള ചെലവ് തൊഴിലുടമയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയോ ഉത്തരവാദിത്തമായിരിക്കും. തൊഴിൽ നിയമലംഘന കുറ്റങ്ങളിൽ നിയമ നടപടികൾ തുടരാതിരിക്കാനും ഒത്തുതീർപ്പ് സാധ്യമാക്കാനുമുള്ള മന്ത്രിതല പരിഹാരങ്ങളും തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ചു. രാജകീയ തീരുമാനം പ്രകാരമുള്ള 53/2023 തൊഴിൽ നിയമം, മന്ത്രിതല പരിഹാരം 561/2009 എന്നിവ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. സുഷുമ്ന നാഡിയിൽ ഭാരം ചുമയ്ക്കുകയും ഇതുമൂലം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നതായി തിരിച്ചറിഞ്ഞാണ് മന്ത്രാലയം നടപടി. വിഷയങ്ങൾ ഒരുമിച്ചുള്ള നോട്ട്ബുക്ക് കൊണ്ടുവരുന്നത് വഴി ബാഗിന്റെ ഭാരം കുറയ്ക്കാം. 2 നോട്ട്ബുക്കുകളിലായിരിക്കും ഒരു കുട്ടിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കണമെന്ന രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘകാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി വിവിധ ഗവർണറേറ്റുകളിൽ മന്ത്രാലയം നടത്തിയ പഠനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥിയുടെ ബാഗിന് 45 കിലോഗ്രാം വരെ ഭാരമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പാഠപുസ്തകങ്ങളും വെള്ളക്കുപ്പിയും ലഞ്ച് ബോക്സും ഉൾപ്പെടെയാണിത്. ഇത് വിദ്യാർത്ഥികളുടെ ശരീരഭാരത്തിന്റെ 15% വരും. ഹോംവർക്കുകളെങ്കിലും പേപ്പറിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഭാരം കുറയ്ക്കാൻ സാധിക്കും. ഒരു നോട്ട്ബുക്കിൽ 3-4 വിഷയങ്ങളുടെ ക്ലാസ് നോട്ട് എഴുതാൻ ഉപയോഗിച്ചാൽ ബുക്ക് വാങ്ങുന്നതിന്റെ ചെലവും ലാഭിക്കാം. അതേസമയം ട്രോളി സ്കൂൾ ബാഗുകൾ വാങ്ങുന്നത് ഒഴിവാക്കാനും രക്ഷിതാക്കളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇത് കൂടുതൽ പുസ്തകങ്ങൾ പാക്ക് ചെയ്യാനും ചില വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കും. അധിക ഭാരം വലിച്ചു കൊണ്ടുപോകുന്നതും ശരീരത്തിന് ഗുണകരമല്ല. പുസ്തകങ്ങളും സപ്ലൈകളും സൂക്ഷിക്കാൻ സ്കൂളുകൾ ലോക്കറുകൾ സ്ഥാപിക്കാനും മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. മന്ത്രാലയം തീരുമാനം രക്ഷിതാക്കളും അധ്യാപകരും സ്വാഗതം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് നടുവേദന അനുഭവപ്പെടുന്നതായും ഇത് ഒഴിവാക്കാൻ മന്ത്രാലയം തീരുമാനം ഗുണം ചെയ്യുമെന്നും രക്ഷിതാക്കളും പറയുന്നു. അതേസമയം ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ ഇന്ത്യൻ സ്കൂളുകൾ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വിവിധ പുസ്തകങ്ങൾ സ്കൂളുകളിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് സമയം അധ്യാപകർ പുസ്തകങ്ങൾ എടുത്തു നൽകുകയും ചെയ്യും. നേരത്തെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിന് ലോക്കറുകൾ ആരംഭിച്ച് ഒമാനിലെ വിവിധ ഇന്റർനാഷണൽ സ്കൂളുകൾ മാതൃക കാണിച്ചിരുന്നു. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം തെക്കൻ ഷെർക്കിയ ഗവർണർ ഓഫീസുമായി സഹകരിച്ച് സൂർ മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഈ മാസം 18 മുതൽ അടുത്ത മാസം 18 വരെ തുടരുന്ന കടൽ കായിക ഉത്സവത്തിൽ വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. സൂറിലെ പ്രധാന ബീച്ചുകളിലൊന്നായ മോഖ കടൽ തീരത്താണ് ഫെസ്റ്റിവൽ വേദി. 2024 അറബ് ടൂറിസം തലസ്ഥാനമായി സൂറിനെ തെരഞ്ഞെടുത്തതിന്റെ കൂടി ഭാഗമാണ് മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ.